ഹലോ ഗായ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നേ എനിക്ക് വലിയൊരു പണിയുണ്ട്. എൻ്റെ വാർഡ്രോബ് ഫുള്ള് മെസ്സിയായിട്ട് കിടക്കുക. അതെല്ലാം അടുക്കി പെറുക്കി വെക്കണം. അതാണ് ഇന്നത്തെ ടാസ്ക്. ഒരു 6 മന്തായി കാണും ഞാനിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് നീറ്റാക്കി വെച്ചിട്ട്. അപ്പോൾ എങ്ങനെയാ, തുടങ്ങിയാലോ ഗായ്സ്? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു RV അൺഫിൽറ്റർഡ് ഫൺ. നമ്മൾ ഓരോരോ തട്ട് മാറ്റി മാറ്റിയിട്ടാണ് എല്ലാം ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അങ്ങനെ നിന്നെല്ലാം ക്ലീൻ ചെയ്ത് ഭയങ്കര ആക്റ്റീവായിട്ട് നിന്നുകൊണ്ടിരുന്ന സമയത്താണ് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ പണി ചെയ്യാൻ തുടങ്ങുമ്പം വിശപ്പെന്ന് പറഞ്ഞൊരു സാധനം അത് നോർമലാണല്ലോ. ഞാൻ പെട്ടെന്ന് പോയി ഫ്രിഡ്ജ് തുറന്നപ്പോഴത്തേന് ഫ്രിഡ്ജിനകത്ത് അവക്കാഡോയും കുറച്ച് ദോശമാവും അല്ലാതെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. എന്നാൽ പിന്നെ പെട്ടെന്ന് ഒരു അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ച് എന്ത് ചെയ്തു, അവക്കാഡോ ഒക്കെ എടുത്തു. പക്ഷെ പാല് തീർന്നു ഗൈസ്. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. എന്തായാലും നമ്മൾ പോയി പാല് വാങ്ങിച്ചിട്ടുള്ളൂ കാര്യം എന്നുള്ള വോക്കിലാണ് പോകുന്നത്. നമുക്ക് ഇവിടെ നിന്നൊരു വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ഈ കടയിലോട്ട്. അത്യാവശ്യം നല്ലൊരു സൂപ്പർ മാർക്കറ്റ് കേട്ടോ, നല്ല ക്ലീനൊക്കെ ആയിട്ട്. ഇവിടെ പിന്നെ ക്ലീൻ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ സൂപ്പർ മാർക്കറ്റ്സും, അതുപോലെ ലുലു എവിടെ പോയാലും. അങ്ങനെ നമ്മൾ കടയിൽ വന്നു പോയി സംസാരിച്ചുകൊണ്ട് നോട്ടത്തിൽ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകമൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ, കാരണം ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ എടുക്കാൻ പോകുന്ന പാലിൻ്റെ സൈഡിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തണ്ട ആ കാണുന്ന നീല അടപ്പുള്ള കുപ്പിയില്ലേ, അതിലാണ് പാല്. ആ പാലാണ് ഞാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ ഗൈസ്. മോസ്റ്റ്ലി ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്തത്. അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല, നമുക്ക് കുടിക്കാൻ പറ്റുന്നൊരു ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് ഇതൊക്കെ വാങ്ങിച്ചു. നമ്മളെന്താ വീട്ടിലോട്ട് തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്. അതിനുശേഷം എന്താണ്, നമുക്ക് പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി, വീടൊന്നും നോക്കണ്ട കേട്ടോ, വീട് ഫുൾ മെസ്സായിട്ട് കിടക്കുക. എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിക്കാം നിങ്ങളെ കേട്ടോ. ഇനി പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം, അതാണ് ഇനി എൻ്റെ ചിന്ത. കാരണം പണി അപ്പുറത്തൊത്തിരി കിടക്കുവാണ്. എല്ലായിടത്തും പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ലേറ്റായി. അങ്ങനെ അതൊക്കെ കട്ടിങ് ബോർഡൊക്കെ എടുത്ത് അവക്കാഡോ ഒക്കെ എടുത്ത് ജസ്റ്റ് പീൽ ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് വാഷ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എത്ര വേഗം നടക്കുന്നോ അത്ര വേഗം നമ്മുടെ മറ്റേ പണികളും നടക്കും. എനിക്കില്ല ഈ അവക്കാഡോ എപ്പോഴും ഷെയ്ക്ക് അടിച്ച് കുടിക്കാനാണ് ഇഷ്ടം കേട്ടോ. പലരും പറയും ടോസ്റ്റ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ എനിക്കെന്തോ അവക്കാഡോ ഇങ്ങനെ ഷെയ്ക്ക് അടിച്ച് കുടിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ്? എനിക്കെന്തായാലും ഇതാണ് ഇഷ്ടം. അങ്ങനെ പറഞ്ഞ് പീൽ ചെയ്തെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊരു മിക്സിയൊക്കെ എടുത്ത് അതിനകത്തോട്ട് നമ്മുടെ അവക്കാഡോസൊക്കെ ഇട്ട് പാലൊക്കെ ഒഴിച്ച് നമുക്ക് ഷെയ്ക്ക് അടിക്കാം. അതിന് മുന്നേ വേസ്റ്റ് കളയണം കേട്ടോ, അതെനിക്ക് നിർബന്ധമാണ്. വേസ്റ്റ് കളയുന്നതാണ് മുഖ്യം. അവിടെ ഒരു ചെറിയ ബോക്സ് വെച്ചിട്ടില്ലേ, അതിലാണ് ഞാൻ എപ്പോഴും വേസ്റ്റ് കളയുന്നത്. അതാണ് ഞാൻ കുനിഞ്ഞത് അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ ഇച്ചിരി മധുരത്തിനായിട്ട് ഞാൻ ഷുഗർ യൂസ് ചെയ്യാറില്ല. അതിന് പകരം 2 ഡേറ്റ്സ് എടുത്തിട്ട് ഇടും. അതാകുമ്പോൾ കുറച്ച് ഷുഗറുമായി. ഓക്കെ, ഇനി നമ്മളങ്ങോട്ട് അടിക്കുക, കുടിക്കുക, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ കുടിക്കുമ്പോൾ നമുക്ക് ചുമ്മാ കുടിക്കാൻ പറ്റത്തില്ലല്ലോ, ആസ്വദിച്ച് കുടിക്കണം. അതിനൊരു TV ഒക്കെ കണ്ട് 2-3 ചാനലൊക്കെ കണ്ട് അല്ലെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് പതുക്കെ തുടങ്ങാം. അങ്ങനെ ഞാൻ ബാക്ക് ടു വർക്കിലോട്ട് വന്നേക്കുവാണ്. അങ്ങനെ നമ്മുടെ വർക്ക് പതുക്കെ പ്രോസസ്സിങ്ങിലായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ഫുൾ കബോർഡും ക്ലീൻ ചെയ്തിട്ട് നിങ്ങളെ ഇപ്പോൾ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കാണാതായ 2-3 ടോപ്പുകളും എനിക്ക് കിട്ടി. കുറേ തപ്പിയായിരുന്നു, അന്നേരമൊന്നും കണ്ടില്ല. ആ ഒരു സന്തോഷത്തിൽ ഞാൻ എല്ലാം അടുക്കി വെച്ചുകൊണ്ടിരിക്കുക. പിന്നെന്താ, അങ്ങനെ ഫുൾ സെറ്റ് ഒഴിഞ്ഞ് കിട്ടി. കണ്ടോ എങ്ങനെയുണ്ട്? ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് എല്ലാത്തിനും എടുത്ത് തിരിച്ചങ്ങോട്ട് വെക്കണം. തിരിച്ചു വെക്കുന്നതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയ പണി. അത് നിങ്ങൾക്കറിയാലോ, തുണി മടക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഈ നമ്മൾ വലിച്ചു വാരിയിടാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ തിരിച്ചു വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പണി വിട്ടാൽ മാത്രമേ പറ്റൂ. അത് കാരണം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ക്ലീൻ എടുത്ത് മടക്കി. പല ഡ്രസ്സുകളും മടക്കേണ്ടി വന്നിട്ടില്ല, അതൊക്കെ കുറച്ച് മടക്കി വെച്ചിരുന്നതുകൊണ്ട്. അതുകൊണ്ട് ഈ സൈഡിലിരിക്കുന്നതൊന്നും ഞാൻ മടക്കിയിട്ടുള്ളതല്ല, അതെല്ലാം മടങ്ങി തന്നെ ഇരിക്കുമായിരുന്നു. ബാക്കി തുണിയെല്ലാം എടുത്ത് ഞാൻ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ജീൻസ് വേറെ, അതുപോലെ ടോപ്സ് വേറെ ആയിട്ടായിട്ട് അങ്ങനെ മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണാം. അയ്യോ മറന്നു, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു, കുളിച്ച് ഇട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും അയ്യോ ഡ്രസ്സൊക്കെ മാറിയിട്ടാണല്ലോ നിൽക്കുന്നതെന്ന്. അതതിൻ്റെ കാരണം കേട്ടോ. അങ്ങനെ മടക്കി ഏകദേശം തീരാറൊക്കെ ആയി, എന്നാലും ഉണ്ട്. ഞാൻ പോലും വിചാരിച്ചില്ല എനിക്ക് ഇത്ര ഡ്രസ്സുണ്ടെന്ന്. ഈ മടക്കി വരുമ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം എന്തിനാണ് അങ്ങോട്ട് അടുക്കളയിലോട്ട് പോയെന്നറിയാമോ? കുറച്ച് വെള്ളം കുടിക്കാൻ. എനിക്ക് നിൽക്കുന്ന നിപ്പി വെള്ളം കുടിക്കണം, ഞാൻ ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഓടിപ്പോയത്. നിങ്ങൾ നോക്കുമ്പം ഞാൻ അടുക്കളയിൽ നടന്നു വരുന്നത് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇനി അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഈ മടക്കി വെക്കുന്നത് നമുക്കത്ര പാടില്ല. ഈ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അത്യാവശ്യം നല്ല പാടുണ്ടാവും. എൻ്റെ ഈ പാൻറ്റ് നല്ലൊരു പാൻറ്റായിരുന്നു ഗൈസ്. അതിൻ്റെ എലാസ്റ്റിക് പോയി. പിന്നെ ഇതിൽ കുറച്ച് കൊള്ളാവുന്ന ഡ്രസ്സ് എടുത്തപ്പോൾ അല്ലാതെ ആ ബോക്സിൽ ഞാൻ ഇടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്.